إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഭയപ്പെടണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ നമ്മൾ ഓരോരുത്തരും ശക്തമായ വേനലിന്റെ ചൂട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചൂടും തണുപ്പുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രാപഞ്ചികമായ സൃഷ്ടിപ്രതിഭാസങ്ങളിലെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അല്ലാഹുവാണ് ഈ തണുപ്പും ചൂടുമെല്ലാം നമ്മുടെ ദിവസങ്ങളിൽ, കാലങ്ങളിൽ നിശ്ചയിക്കുന്നത്. അത്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടി പ്രതിഭാസങ്ങളിലെ ദൃഷ്ടാന്തങ്ങൾ, അതിനെക്കുറിച്ച് അല്ലാഹു പറഞ്ഞു, ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. ഉൾക്കാഴ്ചയുള്ള ഓരോ ആളുകൾക്കും അത്തരം അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. അല്ലാഹു പറഞ്ഞു, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളായ ആകാശഭൂമികൾ, രാത്രിയും പകലും മാറി മാറി വരിക എന്നുള്ളത്, ഇതിലെല്ലാം ബുദ്ധിയുള്ള ആളുകൾക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്, ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. അപ്രകാരം സഹോദരങ്ങളെ, ഈ ശക്തമായ ചൂട് അത് നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ നമുക്ക് ഓർമ്മപ്പെടുത്തി നൽകുകയാണ്. ഇതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുവാനുണ്ട്, ഒരുപാട് ചിന്തകൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനുണ്ട്. ഭൗതികമായ കാരണങ്ങളുടെ പിന്നാലെ പോകാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച അവന്റെ ഈ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് പരലോകത്തേക്കുള്ള നേട്ടങ്ങൾ, പരലോകത്തേക്കുള്ള ഗുണപാഠങ്ങൾ, ചിന്തകൾ നമ്മൾ ഓരോരുത്തരും നേടിയെടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തീനെ കുറിച്ച്, അഗ്നിയെ കുറിച്ച് പറഞ്ഞു, അഫറഅയ്തുമുൻ നാറല്ലതി തൂറൂൻ. നിങ്ങൾ ഉരസി കത്തിക്കുന്ന തീനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അഅൻതും അൻശഅതും ഷജറതഹ അം നഹ്നുൽ മുൻശിഊൻ. ആ തീ ഉണ്ടാകുന്ന വൃക്ഷത്തെ നിങ്ങളാണോ സൃഷ്ടിച്ചത്, അതല്ല അല്ലാഹു ആണോ? നഹ്നു ജഅൽനാഹാ തസ്കിറതൻ വമതാഅൻ ലിൽമുഖ്വീൻ. അള്ളാഹു അഗ്നിയെ കുറിച്ച് പറയുകയാണ്, നാം അതിനെ നിശ്ചയിച്ചിട്ടുള്ളത് തസ്കിറതൻ,
ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലക്കാണ്. വമതഅൽ ലിൽ മുഖ്വീൻ, യാത്രക്കാർക്കുള്ള ഒരു വിഭവം എന്നോണവുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നിശ്ചയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടി പ്രതിഭാസങ്ങളിൽ ഇത്തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ, അതിൽ നിന്ന് അവന്റെ ശിക്ഷകൾക്കുള്ള സൂചന നൽകിക്കൊണ്ട് അവന്റെ അടിമകളെ ഭയപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിനു വേണ്ടി, അവനിലേക്ക് ഖേദിച്ച് മടങ്ങുന്നതിനു വേണ്ടി അള്ളാഹു മുഅ്മിനീങ്ങളെ ഭയപ്പെടുത്തുകയാണ്. യുഖവ്വിഫുല്ലാഹു ബിഹി ഇബാദഹു യാ ഇബാദി ഫത്തഖൂൻ. അത് മുഖാന്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ ഭീതിപ്പെടുത്തുന്നു. അതുകൊണ്ട് യാ ഇബാദി, എന്റെ അടിമകളെ, ഫത്തഖൂൻ, നിങ്ങൾ എന്നെ ഭയക്കൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരങ്ങളെ, ഈ ശക്തമായ വേനലിന്റെ ചൂട് അതനുഭവിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട, നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ട, നമ്മളെ ഓർക്കുന്ന, നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ് മഹ്ശറിന്റെ രംഗം എന്നുള്ളത്. സഹോദരങ്ങളെ, ഇന്നിതാ സൂര്യൻ നമുക്കെത്രയോ വിദൂരത്താണുള്ളത്. ആ വിദൂരത്തായിട്ട് പോലും, സൂര്യൻ ഇത്രത്തോളം വിദൂരത്തായിട്ട് പോലും നമ്മൾ ആ സൂര്യന്റെ താപം എത്രത്തോളം ബുദ്ധിമുട്ടോടുകൂടിയാണ് അനുഭവിക്കുന്നത്. നമ്മൾ എത്രത്തോളം പ്രയാസമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ക്ഷീണിക്കുകയാണ്, പല ആളുകൾക്കും പൊള്ളലേൽക്കുകയാണ്, പല ആളുകളും തളരുകയാണ്. സൂര്യൻ എത്രയോ വിദൂരത്തായിട്ട് പോലും ഇങ്ങനെയാണ് എങ്കിൽ, മഹ്ശർ എന്ന വൻസഭയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനെ മനുഷ്യരുടെ അടുക്കലേക്ക്, അവരുടെ ശിരസിന്റെ തൊട്ടു അടുക്കലേക്ക് ആ സൂര്യനെ കൊണ്ടുവരുമ്പോൾ ആ അവസ്ഥ എന്താണ് എന്ന് സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക. മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തുദന ശംസു യൗമൽ ഖിയാമത്തി മിനൽ ഖൽഖ്. നാളെ പരലോകത്ത് മഹ്ശറിൽ സൂര്യനെ അടിമകളിലേക്ക്, സൃഷ്ടികളിലേക്ക് അല്ലാഹു അടുപ്പിക്കുന്നതാണ്. ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മീലിൻ. എത്രത്തോളം എന്നാൽ ഒരു മീൽ ദൂരത്തേക്ക് മാത്രമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ അടുപ്പിക്കുമെന്നാണ്. ഈ ഹദീസിന്റെ റാവി പറയുകയാണ്, ഫവല്ലാഹി മാ അദ്രി മാ യഅനി ബിൽ മീൽ അമസാഫത അൽ അർദ് അമിൽ മീൽ അല്ലദി തുക്തഹലു ബിഹി അൽ ഐൻ. മീൽ എന്ന് പറഞ്ഞാൽ അത് ഭൂമിയുടെ നീളമാണോ എന്നോ, അതല്ല സുറുമ എഴുതുന്ന കോലിന്റെ നീളമാണോ എന്നോ എനിക്കറിയുകയില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫയകൂനു الناس അലാ ഖദരി അഅമാലിഹിം ഫിൽ അറഖ്. അന്നോരോ മനുഷ്യന്മാരും അവരുടെ തിന്മകൾക്കനുസരിച്ച് വയർപ്പിലായിരിക്കും. ഫമിൻഹും മൻ യകൂനു ഇലാ കഅബൈ. മനുഷ്യരിൽ കണങ്കാല് വരെ വയർപ്പിൽ മുങ്ങി നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. വമിൻഹും മൻ യകൂനു ഇലാ റുക്ബതൈ. മനുഷ്യരിൽ അവരുടെ കൂട്ടത്തിൽ മുട്ടുവരെ വയർപ്പിൽ മുങ്ങി നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. വമിൻഹും മൻ യകൂനു ഇലാ ഹഖ്വൈ. മനുഷ്യരിൽ തന്റെ അരവരെ വയർപ്പിൽ മുങ്ങി നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. വമിൻഹും മൻ യുൽജിമുഹുൽ അറഖു ഇൽജാമ. വഅശാറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി ഇലാ ഫീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വായിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇതുവരെ വയർപ്പിൽ മുങ്ങി നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മഹ്ശറിന്റെ അവസ്ഥ ഇതാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിദൂരത്തായി നിൽക്കുന്ന ഈ സൂര്യനെ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ശിരസിന്റെ തൊട്ടു മുകളിലേക്ക് അടുപ്പിക്കുമെന്നാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവുള്ളവനാണ്. ആ മഹ്ശറിൽ മനുഷ്യൻ എങ്ങനെയാണ് നിൽക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. യുഹ്ശറു الناس يوم القيامة حفاة عراة غرلا. നാളെ മഹ്ശറിൽ ഓരോ മനുഷ്യരും അവിടെ ഒരുമിപ്പിക്കപ്പെടുക ഹുഫാത്തൻ, നഗ്നപാതരായിക്കൊണ്ടാണ്. ചെരുപ്പുണ്ടായിരിക്കുകയില്ല. ഉറാത്തൻ, വിവസ്ത്രരായിക്കൊണ്ടാണ്, നഗ്നരായിക്കൊണ്ടാണ്. ഗുർല, ചേലാകർമ്മം ചെയ്യപ്പെടാത്ത ആളുകളായിക്കൊണ്ടാണ്. ഈ രൂപത്തിലായിരിക്കും മനുഷ്യർ ആ മഹ്ശറിൽ ഉണ്ടായിരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, ഈ പ്രയാസത്തിൽ നിന്ന്, ഈ ചൂടേറിയ രംഗത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില അമലുകൾ, ചില സൽക്കർമ്മങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്.
ഈ ചൂടേറിയ രംഗത്തിൽ നിന്ന് അള്ളാഹുവിന്റെ തണൽ ലഭിക്കപ്പെടുന്ന ചില ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. 7 വിഭാഗം ആളുകൾ, അവർക്ക് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ തണൽ ലഭിക്കുമെന്ന് അള്ളാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ല. ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരിയാണ്. വശാബുൻ നശഅ ഫീ ഇബാദത്തി റബ്ബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന കാര്യത്തിൽ വ്യാപൃതനായ ഒരു ചെറുപ്പക്കാരനാണ്. മൂന്നാമതായി വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്, ഒരു വ്യക്തിയാണ് അവനും അവന്റെ ഹൃദയവും പള്ളിയുമായി അഭേദ്യമായ ബന്ധം ചേർക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള വ്യക്തി. വറജുലാനി തഹാബ ഫില്ലാഹ് ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി, 2 വ്യക്തികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ പേരിൽ അവന്റെ പേരിൽ ഒന്നിക്കുകയും അതിന്റെ പേരിൽ പിരിയുകയും ചെയ്ത 2 ആളുകൾ. വറജുലുൻ, മറ്റൊരു വ്യക്തി ത്വലബത്ഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാൽ, സൗന്ദര്യവും സമൂഹത്തിൽ അന്തസ്സും അഭിമാനവും അതുപോലെ തന്നെ സ്ഥാനവുമുള്ള ഒരു സ്ത്രീ ആ വ്യക്തിയെ മ്ലേച്ഛവൃത്തി ചെയ്യുവാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ഫഖാല ഇന്നി അഖാഫുല്ലാഹ്, അദ്ദേഹം പറഞ്ഞു ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം മാറി നിന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. വറജുലുൻ തസദ്ദഖ ഫഅഖ്ഫാ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു, മറ്റൊരു വ്യക്തി അയാൾ സ്വതക്ക നൽകി, ദാനധർമ്മം നൽകി. വളരെ രഹസ്യമായി കൊണ്ടാണ് അദ്ദേഹം ദാനധർമ്മം നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാത്ത രൂപത്തിൽ രഹസ്യമായി സ്വതക്ക കൊടുത്ത വ്യക്തിയാണ്. വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാഹു, മറ്റൊരു വ്യക്തി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഒറ്റക്കിരുന്ന് ആലോചിക്കുകയും എന്നിട്ട് അവന്റെ കണ്ണുകൾ നിറയുകയും ചെയ്തു. അങ്ങനെയുള്ള വ്യക്തിയും. ഈ 7 വിഭാഗം ആളുകൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് അവന്റെ തണലല്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത ദിവസത്തിൽ അള്ളാഹുവിന്റെ തണൽ നൽകി അനുഗ്രഹിക്കുന്ന സഹായിക്കുന്ന ആളുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അൻദറ മുഅസ്സിറൻ ഔ വദഅ അൻഹു, ഒരു വ്യക്തി ഒരുവന് കടം കൊടുത്തു, ആ കടം കൊടുത്ത വ്യക്തിക്ക് അവൻ അവധി നീട്ടിക്കൊടുക്കുകയാണ്. ഔ വദഅ അൻഹു, അതല്ലെങ്കിൽ അവന്റെ കടം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയാണ് എങ്കിൽ അദല്ലഹു അല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു, സൂര്യൻ അടുപ്പിക്കപ്പെടുന്ന, മനുഷ്യർ വയർപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന, അള്ളാഹുവിന്റെ തണലല്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത ആ ദിവസത്തിൽ അള്ളാഹുവിന്റെ തണൽ കൊടുത്ത് ഇത്തരം ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമെന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഇംറിഇൻ ഫീ ദില്ലി സദഖതിഹി ഹത്താ യുഫ്സല ബൈനൻ നാസ്, ജനങ്ങൾക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തീർപ്പ് കൽപ്പിക്കുന്നതുവരെ ഓരോ വ്യക്തിയും അവൻ കൊടുത്ത ദാനധർമ്മത്തിന്റെ തണലിലായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, സ്വതക്കയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ മുൻഗാമികൾ ഈ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കാണിച്ചിരുന്നു. സലഫുകളിൽപ്പെട്ട അബുൽ ഖൈർ മർസദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണ്, ലാ യുഖ്തിഉഹു യൗമുൻ ഇല്ലാ തസദ്ദഖ ഫീഹി ബിശൈഇൻ വലൗ കഅകതൻ ഔ ബസലതൻ, ഈ വ്യക്തിക്ക് ഒരു ദിവസവും കടന്നു പോകില്ല, അദ്ദേഹം സ്വതക്ക കൊടുക്കാത്ത ഒരു ദിവസവും അയാളുടെ ജീവിതത്തിൽ കടന്നു പോകാറില്ല. ഒരു ഉള്ളിയോ ഒരു കേക്കോ അദ്ദേഹം സ്വതക്ക കൊടുക്കാത്ത ദിവസങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് കടന്നു പോകാറില്ല എന്ന് സലഫുകളുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന സ്വദഖത ലതുത്ഫിഉ അൻ അഹ്ലിഹാ ഹർറൽ ഖുബൂർ, സ്വതക്ക കൊടുക്കുക എന്നുള്ളത്, ദാനധർമ്മം കൊടുക്കുക എന്നുള്ളത് ആ കൊടുത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഖബറിലെ ചൂടിനെ അണച്ചു കളയുന്ന കാര്യമാണ് എന്ന. ഖബറിൽ നമ്മൾ അനുഭവിക്കുന്ന ചൂടിനെ നമ്മൾ കൊടുത്ത സ്വതക്കകൾ, ദാനധർമ്മങ്ങൾ അണച്ചു കളയുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഇന്ന് ദുനിയാവിൽ നമ്മൾ ശക്തമായ ചൂടനുഭവിക്കുമ്പോൾ ആ ചൂടിൽ നിന്നും രക്ഷപ്പെടുവാൻ, തണുപ്പ് ലഭിക്കുവാൻ ഒരുപാട് ആധുനിക സൗകര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും, നമ്മുടെ പക്കലുണ്ടായിരിക്കും. എന്നാൽ ഈ ആധുനിക സൗകര്യങ്ങളൊന്നും ഉപകരിക്കപ്പെടാത്ത, ഈ ആധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു നാൾ വരാനുണ്ട്. അന്ന് ഈ ആധുനിക സൗകര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുകയില്ല. അന്ന് നമുക്ക് തണുപ്പ് ലഭിക്കാൻ, ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ
അള്ളാഹുവിന്റെ തണൽ ലഭിക്കാൻ ഇത്തരം അമലു സ്വാലിഹാത്തുകൾ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ആ ദിവസത്തിൽ തണൽ ലഭിക്കുവാൻ ഇത്തരം അമലു സ്വാലിഹാത്തുകളിൽ നിന്ന് നമ്മൾ എന്താണ് സംഭരിച്ചു വെച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ശക്തമായ വേനലിന്റെ ചൂട് അനുഭവിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട, ഈ ശക്തമായ വേനലിന്റെ ചൂട് നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ് നരകം, അതിന്റെ ചൂട് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നം. കഠിനമായ ചൂട് എന്നുള്ളത് നരകം അത് പുറത്തുവിടുന്ന അതിന്റെ നിശ്വാസമാണ്, അതിന്റെ ശ്വാസമാണ് യഥാർത്ഥത്തിൽ കഠിനമായ ചൂട് എന്നുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പ്രകാരം നരകത്തിന്റെ ഒരു നിശ്വാസം തന്നെ നമ്മളെ തളർത്തിക്കളഞ്ഞിരിക്കുന്നു. നരകം പുറത്തുവിടുന്ന അതിന്റെ ഒരു ശ്വാസം അത് നമ്മളെ ഈ രൂപത്തിൽ അസ്വസ്ഥരാക്കിയിരിക്കുന്നു എങ്കിൽ നരകത്തിന്റെ ചൂടും അതിന്റെ അഗ്നിയുടെ കാഠിന്യവും എത്രത്തോളം ഉണ്ടായിരിക്കും എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക. തബൂക്ക് യുദ്ധത്തിന്റെ വേളയിൽ ചില മുനാഫിഖീങ്ങൾ സ്വഹാബികളോടായി പറഞ്ഞു, വഖാലു ലാ തൻഫിറു ഫിൽ ഹർ. അവർ പറഞ്ഞു, നിങ്ങൾ ഈ ചൂടുകാലത്ത് നിങ്ങൾ യുദ്ധത്തിന് പോകരുത്, ഈ ചൂടുകാലത്ത് നിങ്ങൾ യുദ്ധത്തിന് പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറ. അല്ലാഹുവിന്റെ റസൂലേ പറയുക, നരകത്തിന്റെ ചൂട് എന്നാൽ ഇതിനേക്കാൾ കഠിനമായ ചൂടാണ്. ലൗ കാനു യഫ്ഖഹൂൻ. നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ദുനിയാവിന്റെ ചൂടിനേക്കാൾ എത്രയോ 10 മടങ്ങ് ഇരട്ടിയാണ് നരകത്തിന്റെ ചൂടിനുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ഫല്യദ്ഹഖു ഖലീലൻ വൽയബ്കു കസീറ. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചു മാത്രം ചിരിക്കുകയും ധാരാളമായി കരയുകയും ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, ഇസ്തകത്തിൻ നാറു ഇലാ റബ്ബിഹാ. നരകം അതിന്റെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പരാതി പറഞ്ഞു. ഫഖാലത് റബ്ബി അകല ബഅദി ബഅദ. അല്ലാഹുവേ, എന്റെ ചില ഭാഗം മറ്റു ചില ഭാഗത്തെ തിന്നുകളഞ്ഞിരിക്കുന്നു. അങ്ങനെ ഫഅദിന ലഹാ ബിനഫസൈൻ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന് 2 തവണ ശ്വാസം പുറത്തേക്ക് വിടാനുള്ള അനുമതി നൽകുകയാണ്. നഫസിൻ ഫി ശിതാ വ നഫസിൻ ഫി സ്വൈഫ്. ഉഷ്ണകാലത്ത് ഒരു ശ്വാസം വിടാനും അതുപോലെ തന്നെ തണുപ്പ് കാലത്ത് ഒരു ശ്വാസം പുറത്തേക്ക് വിടാനും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതി നൽകി എന്നുള്ളതാണ്. ഫഅശദ്ദു മാ തജിദൂന മിനൽ ഹർ വഅശദ്ദു മാ തജിദൂന മിനൽ സംഹാരീർ. കഠിനമായ തണുപ്പ് അനുഭവിക്കുമ്പോൾ അത് നരകത്തിന്റെ നിശ്വാസമാണ്. കഠിനമായ ചൂട് അനുഭവിക്കുമ്പോഴും അതും നരകത്തിന്റെ നിശ്വാസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറയുകയാണ്, നരകത്തിന്റെ കാഠിന്യം, അതിന്റെ ചൂടിന്റെ കാഠിന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നാറുക്കും ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം. നിങ്ങൾ ഉപയോഗിക്കുന്ന തീ, ആ തീ നരകത്തിന്റെ തീയിന്റെ 70 ഇരട്ടിയിൽ ഒരു ഭാഗം മാത്രമാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന അഗ്നിയുടെ ചൂടിനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇൻ കാനത് ലകാഫിയ. അല്ലാഹുവിന്റെ റസൂലേ, ഈ ദുനിയാവിലെ ചൂട് അത് തന്നെ മതിയായതാണ്. ഒരു ശിക്ഷയ്ക്ക് വേണ്ടി, പ്രയാസം അനുഭവിക്കുന്നതിന് വേണ്ടി ദുനിയാവിലെ ചൂട് തന്നെ മതിയായതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫുദ്ദിലത് അലൈഹിന്ന ബി69 ജുസ്ആ. ഈ ദുനിയാവിലെ ചൂടിനേക്കാൾ 69 മടങ്ങ് ഇരട്ടിയാണ് നരകത്തിലെ അഗ്നിയുടെ ചൂടിനുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ നരകത്തിനെ കുറിച്ച് പരാമർശിച്ചു. നരകത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫതഅവദ മിൻഹാ വഅശാഅ ബിവജ്ഹിഹി 3 മിറാർ. സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിനെ കുറിച്ച് പറയുകയും നരകത്തിൽ നിന്ന് രക്ഷ ചോദിക്കുകയും ചെയ്തു. എന്നിട്ട് അവിടുത്തെ മുഖം പ്രയാസം കൊണ്ട് തിരിച്ചു കളഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖുൻ നാർ വലൗ ബിശിഖി തംറത്തിൻ. നിങ്ങൾ നരകത്തിനെ സൂക്ഷിക്കുക, ഒരു കാരക്ക ചീന്തുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തിനെ സൂക്ഷിച്ചുകൊള്ളുക. ഫഇല്ലം തജിദു ഫബികലിമത്തിൻ തയ്യിബ. അത് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ ഒരു നല്ല വാക്കുകൊണ്ടെങ്കിലും നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിനെ ഓർക്കുകയും
അവിടുന്ന് അതിന്റെ ഭയാനകത കാരണം നരകത്തിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയും പ്രയാസം കൊണ്ട് മുഖം തിരിക്കുകയും ആ നരകത്തിൽ നിന്ന് ജാഗ്രത പുലർത്തുവാൻ, അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ദാനധർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുക. ദാനം കൊടുക്കാൻ നിങ്ങളുടെ പക്കൽ ഒന്നുമില്ല എങ്കിൽ നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മഹ്ശറിൽ തണൽ ലഭിക്കുന്ന ആളുകളിലും ദാനം കൊടുക്കുന്ന ആളുകളെ പറഞ്ഞു. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖയുടെ കാര്യം പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നരകത്തിന്റെ ചൂടിന്റെ കാഠിന്യം അതറിയിക്കുന്ന മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അവിടുന്ന് പറഞ്ഞു, ഈ ഇരിക്കുന്ന മസ്ജിദിൽ, മസ്ജിദുൻ നബവിയിൽ, ഈ പള്ളിയിൽ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് എങ്കിൽ ആ ആളുകളുടെ കൂട്ടത്തിൽ ഒരു നരകക്കാരനുണ്ട് എങ്കിൽ ആ നരകക്കാരൻ അവന്റെ ശ്വാസം ഒരു തവണ പുറത്തേക്ക് വിടുകയാണ് എങ്കിൽ ഈ മസ്ജിദും മസ്ജിദിലുള്ള എല്ലാ ആളുകളും കരിഞ്ഞു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മസ്ജിദുൻ നബവിയിൽ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് എങ്കിൽ ആ ആളുകളോടൊപ്പം ഒരു നരകക്കാരൻ, അവൻ ഒരു തവണ ഒന്ന് ശ്വാസം പുറത്തേക്ക് വിട്ടാൽ ആ മസ്ജിദും മസ്ജിദിലുള്ള സകല ആളുകളും ചാമ്പലാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ സഹോദരങ്ങൾ, നരകത്തിന്റെ ഭയാനകത എത്രയാണ്, അതിന്റെ അഗ്നിയുടെ ചൂടിന്റെ കാഠിന്യം എത്രയാണ്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അമൽ സാലിഹാത്തുകൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിശ്ചയിച്ച അവന്റെ സൃഷ്ടി പ്രതിഭാസങ്ങളിലെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഈ ചൂടിനെ ഒരിക്കലും ഒരു മുഅ്മിൻ ആക്ഷേപിച്ചു പറയുവാനോ അതിനെ പഴിക്കുവാനോ പാടുള്ളതല്ല. എന്തൊരു നാശം പിടിച്ച ചൂടാണിത്. അങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഈ ചൂടിനെ പഴിക്കുവാൻ പാടുള്ളതല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞതായി പറയുകയാണ്, യുഅ്ദീനി ഇബ്നു ആദം യസുബ്ബു ദഹർ. ആദമിന്റെ മകൻ മനുഷ്യർ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഉപദ്രവിക്കുകയാണ്. എങ്ങനെയാണ് അവൻ അല്ലാഹുവിനെ ഉപദ്രവിക്കുന്നത്? യസുബ്ബു ദഹർ, അവൻ കാലത്തെ പഴിക്കുകയാണ്. അല്ലാഹു പറയുന്നു, വഅന ദഹർ, ഞാനാണ് കാലം. ഞാനാണ് കാലം എന്ന് പറഞ്ഞാൽ ഉഖല്ലിബുൽ ലൈല വന്നഹാർ, ഈ കാലത്തിലെ ക്രയവിക്രയങ്ങൾ, ഇതിലെ മാറ്റങ്ങൾ, ഇതിലെ മറ്റ് സംഭവ വികാസങ്ങൾ അത് അല്ലാഹുവാണ് തീരുമാനിക്കുന്നത്, അല്ലാഹുവാണ് കൈകാര്യം ചെയ്യുന്നത്. അവനാണ് രാവിനെയും പകലിനെയും മാറ്റിമറിക്കുന്നത്. അതുകൊണ്ട് ഒരുവനും കാലത്തിനെ ആക്ഷേപിക്കുവാൻ പാടില്ല. അത് അല്ലാഹുവിനെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു നൽകുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നമ്മൾ ആലോചിക്കുക. ഈ ചൂട് സമയത്തും തണൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്നു. വിശ്രമിക്കുവാൻ, ഈ ചൂടത്തും തണുപ്പ് ലഭിക്കുവാൻ, അതുപോലെ തന്നെ തണൽ ലഭിക്കുവാൻ ഒരുപാട് ആധുനിക സൗകര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്നു. അതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിക്കുക. ആ അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതാണ് എന്ന ബോധമുണ്ടായിരിക്കുക. ആ അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ചോദ്യം ചെയ്യപ്പെടുന്ന അനുഗ്രഹങ്ങളാണ് എന്ന ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക. ثم لتسألن يومئذ عن النعيم. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ നന്മകളും ഓരോ അനുഗ്രഹങ്ങളും അതിന്റെ പേരിൽ മനുഷ്യന്മാർ അവരോട് ചോദ്യം ചോദിക്കും. അവർ ചോദ്യം ചോദിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അത്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹമാണ് വെള്ളം എന്നുള്ളത്. ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടുവാൻ, ആ ചൂടിന്റെ കാഠിന്യം അതില്ലാതാക്കുവാൻ, നമ്മുടെ ശരീരം തണുപ്പിക്കുവാൻ, ദാഹിക്കുമ്പോൾ കുടിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വച്ഛമായ ശുദ്ധമായ ദാഹജലം നമുക്ക് നൽകിയിരിക്കുന്നത് അല്ലാഹുവിന്റെ വലിയ ഫضലാണ്, വലിയ അനുഗ്രഹമാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അവന്റെ നിഅമത്തായി ഒരുപാട് തവണ എടുത്തു പറഞ്ഞ അനുഗ്രഹമാണ് വെള്ളത്തിന്റെ അനുഗ്രഹം. അല്ലാഹു പറഞ്ഞു, ഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളം അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ, ആകാശത്ത് നിന്ന് നിങ്ങളാണോ ആ വെള്ളത്തിന് ഇറക്കിയത്? അം നഹ്നുൽ മുൻസിലൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണോ അതിനെ ഇറക്കിയത്? ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ, അല്ലാഹു ഉദ്ദേശിക്കുമായിരുന്നെങ്കിൽ, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നു എങ്കിൽ നിങ്ങൾ കുടിക്കുന്ന ഈ വെള്ളത്തിന് ഉപ്പുരസമുള്ള, നിങ്ങൾക്ക് കുടിക്കുവാൻ യാതൊരു സ്വാദുമില്ലാത്ത രൂപത്തിൽ അതിനെ ഉപ്പുരസമുള്ളതാക്കുമായിരുന്നു. ഫലൗലാ തഷ്കുറൂൻ, എന്നിട്ടും നിങ്ങൾ എന്തേ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദി കാണിക്കാത്തത്? വഅൻസൽനാ മിനസ് സമാഇ മാഅൻ തഹൂറാ, ആകാശത്ത് നിന്ന് ശുദ്ധമായ വെള്ളം നാം അവതരിപ്പിച്ച് നൽകിയില്ലേ? അല്ലാഹു ചോദിക്കുകയാണ്. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളിൽ അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലം ഉറവ്വിക ബിൽ മാഇൽ ബാരിദ്, മനുഷ്യ നിനക്ക് തണുത്ത വെള്ളം കുടിക്കാൻ നൽകിയില്ലേ? ഫഅയ്ന ശുക്രു ദാലിക്, അതിനുള്ള നന്ദി എവിടെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, അല്ലാഹുവിന്റെ അനുഗ്രഹമായ ഈ വെള്ളം അതിനെ നമ്മൾ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഉപയോഗിക്കുക. ആർഭാടം കാണിക്കാതെ, ധൂർത്തില്ലാതെ, അമിതവയം കാണിക്കാതെ, മിതമായ രൂപത്തിൽ സഹോദരങ്ങളെ ഈ വെള്ളത്തിന് നമ്മൾ കണക്കാക്കുക. നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, ഇതിന്റെ വില മനസ്സിലാക്കി കൊടുക്കുക. ഈ വെള്ളം ഒരു തുള്ളി പോലും കുടിക്കാൻ സാധിക്കാതെ, ഈ വെള്ളം ലഭിക്കാതെ മരണപ്പെടുന്ന ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ ലോകത്തിന്റെ നാനാദിക്കുകളിലുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെക്കാൾ നമുക്ക് ഫള് നൽകിയിരിക്കുകയാണ്. വുളു എടുക്കുന്ന സമയത്തായാലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോഴായാലും സഹോദരങ്ങളെ, ഈ വെള്ളം ഉപയോഗിക്കുന്ന കാര്യത്തിൽ നമ്മൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹ്ശറിൽ തണൽ ലഭിക്കുന്ന ആളുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വതഖ കൊടുത്ത ആളുകളെ പരിചയപ്പെടുത്തി. മഹ്ശറിൽ തണൽ ലഭിക്കുന്ന ആളുകൾ, അവരിൽ സ്വതഖ കൊടുക്കുന്ന ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉൾപ്പെടുത്തി. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വതഖകൾ നിർവഹിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഏറ്റവും അഫ്ളലായ സ്വതഖയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ് വെള്ളം കൊണ്ടുള്ള സ്വതഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു സ്വദഖതി സഖിയുൽ മാ, സ്വതഖകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ളം കുടിപ്പിക്കലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, തങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി സ്വതഖ കൊടുക്കുവാൻ സാധിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വതഖ കൊടുക്കാം. ആ വ്യക്തി തിരിച്ചു ചോദിക്കുകയാണ്, ഏതാണ് ഏറ്റവും അഫ്ളലായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ശ്രേഷ്ഠമായ സ്വതഖ എന്നാൽ അത് വെള്ളം കുടിപ്പിക്കലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ, കഠിനമായ ചൂട് അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ വെള്ളം കുടിപ്പിച്ചുകൊണ്ട്, അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട്, അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ സഹോദരങ്ങൾ, അത് വലിയ സ്വതഖയാണ്. അത് സ്വതഖത്തുൻ ജാരിയയാണ്, നിലക്കാതെ പ്രതിഫലം ലഭിക്കപ്പെടുന്ന സ്വതഖത്തുൻ ജാരിയയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മൻ ഹഫറ മാഅൻ ലം തശ്റബ് മിൻഹു കബിദുൻ ഹറ മിൻ ജിന്നിൻ വലാ ഇൻസിൻ വലാ ത്വാഇരിൻ ഇല്ലാ ആജറഹു അല്ലാഹു യൗമൽ ഖിയാമ. ഒരുവൻ ഒരു കിണർ കുഴിച്ചു, വെള്ളത്തിനുള്ളൊരു സംഭരണി കുഴിച്ചു. അതിൽ നിന്ന് ജീവനുള്ള പച്ചക്കരലുള്ള പക്ഷികളാകട്ടെ, മനുഷ്യന്മാരാകട്ടെ, ജിന്നുകളാകട്ടെ, ജീവനുള്ള പച്ചക്കരുള്ള എന്തും ആ ജലസംഭരണിയിൽ നിന്ന്, കിണറിൽ നിന്ന് വെള്ളം, ദാഹം ശമിക്കുവാൻ വെള്ളം കുടിച്ചാൽ ഇല്ലാ അജറഹു അല്ലാഹു യൗമൽ ഖിയാമ, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പ്രതിഫലം നൽകാതിരിക്കുകയില്ല. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പ്രതിഫലം നൽകാതിരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഒരു തിന്മകൾ ചെയ്തു നടക്കുന്ന ഒരു വ്യക്തി, അയാൾ യാത്രക്കിടയിൽ ദാഹിച്ചു വലഞ്ഞപ്പോൾ ഒരു കിണർ കാണാനിടയായി. അയാൾ ആ കിണറിൽ ഇറങ്ങി അദ്ദേഹത്തിന്റെ ചെരുപ്പിൽ വെള്ളം കോരി അയാൾ വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു നായ
അത് ദാഹം കൊണ്ട് മണ്ണ് കപ്പുന്നത് അയാൾ കാണുകയാണ്. അയാൾ ചിന്തിച്ചു, തൊട്ടു മുമ്പ് ഞാൻ ഏതൊരവസ്ഥയിലാണോ ഉണ്ടായിരുന്നത് അതേ അവസ്ഥയിലാണ് നായയും ഉള്ളത്. അയാൾ വീണ്ടും ഇറങ്ങി അയാളുടെ ചെരുപ്പിൽ വെള്ളം ശേഖരിച്ച് ആ നായക്ക് വെള്ളം കോരി കൊടുക്കുകയാണ്. തെമ്മാടിയായ ആ വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിച്ചു എന്നാണ്. അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തു എന്നാണ്. സഹോദരങ്ങളെ, ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ തിന്മകൾ പുറത്തു കൊടുക്കുകയും അയാളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നാണ്. ഒരു നായക്ക് വെള്ളം കൊടുക്കുന്നതിന്റെ പ്രാധാന്യം ഇതാണ് എങ്കിൽ മനുഷ്യർക്ക് വെള്ളം കൊടുക്കുന്നതിന്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് മഹ്ശറിൽ അള്ളാഹുവിന്റെ തണൽ ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നരകത്തിൽ നിന്ന്, അതിന്റെ അഗ്നിയിൽ നിന്ന്, അതിന്റെ ചൂടിൽ നിന്ന്, അതിന്റെ ശിക്ഷയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, രോഗങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസവും രോഗശമനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.